ഹായ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരള സിലബസിലെ 10ാം ക്ലാസ്സിലെ ഗണിതം ഭാഗം 1 സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് പദങ്ങൾ പരിചയപ്പെടാനാണ്. അതായത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ, ഒരു സംഖ്യാശ്രേണി തന്നിരിക്കുന്നു 1, 4, 9, 16 എക്സെട്ര. അതായത് 1, 4, 9, 16 എക്സെട്ര എന്നൊരു സംഖ്യാശ്രേണി തന്നിരിക്കുന്നു. അതിൽ 20ാം പദം എത്ര, അതിൽ 30ാം പദം എത്ര, 50ാം പദം എത്ര, അല്ലെങ്കിൽ 100ാം പദം എത്ര എന്നെല്ലാം ചോദിക്കുമ്പോൾ നമുക്കതിനൊരു ബീജഗണിതം കണ്ടുപിടിക്കണം. അതിൻ്റെ ബീജഗണിതം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പദങ്ങൾ എഴുതണം. 1, 4, 9, 16. പിന്നീട് അവിടെ സ്ഥാനം എത്രയാണെന്ന് എഴുതണം. അതായത് 1ാമത്തെ പദത്തിൻ്റെ സ്ഥാനം 1 തന്നെയാണ്, 4ാമത്തെ പദത്തിൻ്റെ സ്ഥാനം 2 ആണ്, 9ാം പദത്തിൻ്റെ സ്ഥാനം 3 ആണ്, 16ാം പദത്തിൻ്റെ സ്ഥാനം 4 ആണ്. അപ്പോൾ ഈ സ്ഥാനവും പദവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. 1ാം സ്ഥാനത്തുള്ള പദം 1, അത് 1 × 1 1. 2ാം സ്ഥാനത്തുള്ള പദം 4 ആണ്, അതായത് 2 × 2 ആണ് 4. 3 × 3 ആണ് 9, 4 × 4 16. therefore സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം xn, അതായത് n-ാം സ്ഥാനത്തുള്ള പദം = n². സ്ഥാനത്തിൻ്റെ സ്ക്വയറാണ് n-ാം സ്ഥാനം. അതായത് x1 = x1² = 1, x2 = 2² 4, x3 = 3² 9, x4 = 4² 16. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30ാം സ്ഥാനത്തുള്ള പദം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. x30 = 30² = 30 × 30 900 ആണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 100ാം സ്ഥാനത്തുള്ള പദം x100 = 100², ഇറ്റ് ഈസ് 100 × 100. അങ്ങനെ നമുക്ക് എത്രാമത്തെ സ്ഥാനത്തുള്ള പദങ്ങൾ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇത് നമ്മളിതിൻ്റെ ഈ പദങ്ങളും അവയുടെ സ്ഥാനവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച് ബീജഗണിതമാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രാമത്തെ സ്ഥാനത്തെ പദമാണോ നമുക്ക് വേണ്ടത് ആ സ്ഥാനത്തിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഇങ്ങനെയുള്ളൊരു ശ്രേണിയിലെ പദങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.